പലപ്പോഴും പലർക്കും ഉണ്ടാകുന്നതായ ഒരു സംശയമാണ്, നമുക്ക് എല്ലായിടത്തും നിന്ന് ഭക്ഷണം കഴിക്കുവാനായിട്ട് പറ്റുമോ? എല്ലാവരും നൽകുന്നതായ ഭക്ഷണം നമുക്ക് കഴിക്കുവാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ വശീകരണം സാധ്യമാണോ എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്നുള്ളതാണ് നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ യഹോശാഫാത്തിനെ വശീകരിക്കുന്നതിന് വേണ്ടി ആഹാബ് അവനും കൂടെയുള്ളവർക്കും വേണ്ടി അനേകം ആടുകളെയും അനേകം കാളകളെയും അറുത്ത് ഗിലെയാദിലെ രാമോത്തിലേക്ക് തന്നോട് കൂടെ യുദ്ധത്തിന് ചെല്ലേണ്ടതിന് അവരെ വശീകരിച്ചു എന്ന് നാം കാണുന്നു. ഈ വചനമനുസരിച്ച് ഭക്ഷണത്തിലൂടെയുള്ളതായ വശീകരണം സാധ്യമാണ്. ഇങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരു വ്യക്തി വേറൊരാളെ വശീകരിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ ആഗ്രഹവും ആ വ്യക്തിയുടെ ഇഷ്ടവും തൻ്റെ എതിർകക്ഷി തൻ്റെ ഇഷ്ടത്തിനും തൻ്റെ ഇംഗിതത്തിനും തൻ്റെ താല്പര്യത്തിനും തൻ്റെ ലക്ഷ്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും ആഹാരപദാർത്ഥങ്ങളിലൂടെ മറ്റുള്ളവരെ വശീകരിക്കുന്നതായ വ്യക്തിജീവിതങ്ങൾ ചെയ്യുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ള വ്യക്തികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. എന്നാൽ ഇതിനു വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കാം ഒരു പക്ഷേ ഈ വ്യക്തികൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിലൂടെയുള്ളതായ വശീകരണം സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ അനേക ഭാഗങ്ങളിൽ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആഹാബ് യഹോശാഫാത്തിനെ വശീകരിക്കുന്നത് തൻ്റെ ഇഷ്ടത്തിനു വേണ്ടി, തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി, തന്നോട് സഹകരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഈ പ്രക്രിയ അവിടെ നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ ഭക്ഷണത്തിലൂടെ ഒരു വ്യക്തി വേറൊരാളെ വശീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ നിയന്ത്രണം ഇത് ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ ആയിരിക്കും, അല്ലെങ്കിൽ ആയിത്തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് ഭക്ഷണത്തിലൂടെ വശീകരിച്ച് ഇത്തരമുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നിയന്ത്രണം പലപ്പോഴും എതിർകക്ഷികളുടെ കയ്യിലായിരിക്കും എന്ന് നാം തിരിച്ചറിയുക. അതുമാത്രമല്ല, അനാവശ്യമായ സുഹൃത്ത് ബന്ധങ്ങളിൽ നാം ചെന്ന് പതിക്കുകയും ദൈവിക ഉദ്ദേശത്തിനും ദൈവിക പദ്ധതികൾക്കും വിരുദ്ധമായിട്ട് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനിടയായിത്തീരും. നാം സ്വന്തം കാര്യം നോക്കുന്നതിന് പകരം പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ നാം ശുഷ്കാന്തി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ ഒരു വചന തെളിവെന്ന് പറയുന്നത്, സദൃശവാക്യങ്ങളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ 23-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്ന തെളിവാണ്. ഇതിനെ 2 ഭാഗങ്ങളായിട്ട് ഞാൻ തിരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങളാണ്. അവിടെ ഇപ്രകാരം ആണ് പറഞ്ഞാരംഭിക്കുന്നത്: നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിലിരിക്കുമ്പോൾ
നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നു എങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. അവൻ്റെ സാധുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജനമല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. രണ്ടാമത്, ഭക്ഷണത്തിലൂടെ വശീകരിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് അധിപതികൾ അല്ലെങ്കിൽ ഭരണവർഗം, ഉന്നത പദവിയിലിരിക്കുന്നവർ. അധികാരവർഗങ്ങളോടുകൂടെ ഒരു ദൈവപൈതൽ ഭക്ഷണം കഴിക്കുവാനിരിക്കുമ്പോൾ ദൈവവചനം നൽകുന്നതായ അലേർട്ട് ഇതാണ്: തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചു കൊള്ളണം. അതിൻ്റെ അടുത്ത താഴേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൻ്റെ സാധുഭോജനങ്ങളെ കൊതിക്കരുത്, അവ വഞ്ചിക്കുന്ന ഭോജ്യങ്ങളാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പലപ്പോഴും അധികാരികളോട് കൂടെ നാം ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവരുടെ ഭോജ്യങ്ങൾ നമ്മെ വഞ്ചിക്കുവാനിടയുണ്ട്. അതിൻ്റെ അർത്ഥം ഭക്ഷണത്തിലൂടെ ഇവർക്കും നമ്മളെ വശീകരിക്കുവാൻ ആയിട്ട് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ അത്താഴ വിരുന്നുകളിലോ ഇവരുടെ വിരുന്ന് സൽക്കാരത്തിലോ ഒക്കെ നാം പങ്കെടുക്കുമ്പോൾ നാം വളരെയധികം സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇവരുടെ ഔദാര്യം പലപ്പോഴും അതിൻ്റെ പിന്നിൽ അവർക്ക് പ്രത്യേക ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നാം തിരിച്ചറിയുക. പ്രത്യേകിച്ച് അധിപതികളോട് കൂടെ നാം ആയിരിക്കുമ്പോൾ നാം മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. പൊള്ളയായ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ പൊള്ളയായ വാഗ്ദാനങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയും ശിഷ്ടകാലം അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ ജീവിതം അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായം, ദാനിയേൽ ബാബേലിലായിരുന്നപ്പോൾ ബാബേൽ രാജാവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ അവൻ അവസരം ലഭിച്ചു. എന്നാൽ അവൻ അങ്ങനെ ലഭിച്ചതായ അവസരത്തെ നിരസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ രാജാവിൻ്റെ ഭോജ്യം കൊണ്ട് തന്നെത്താൻ അശുദ്ധി വരുത്തത്തില്ല എന്ന് അവൻ സ്വയം തീരുമാനിക്കുവാനായിട്ടിടയായി തീർന്നു. നോക്കണമേ, ആ കാലത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയിൽ ആയ രാജ്യം, ആ രാജ്യത്തെ രാജാവിൻ്റെ അരമനയിൽ നിന്ന് മേൽത്തരമായ ഭക്ഷണം, ലോകത്തിലെ 1-ാം തരം ഭക്ഷണങ്ങൾ കഴിക്കുവാൻ അവസരം ലഭിച്ചതായ ദാനിയേൽ അതിനെ നിരാകരിച്ചു. അവനൊരു തീരുമാനമെടുത്തു: രാജാവിൻ്റെ ഭോജ്യം കൊണ്ട് ഞാൻ എനിക്ക് തന്നെ എന്ത് വരുത്തത്തില്ല, അശുദ്ധി വരുത്തത്തില്ല എന്ന് തീരുമാനിക്കുവാനിടയായിത്തീർന്നു. ഇത് അധിപതികളുടെ കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ അവസരം ലഭിച്ച ദാനിയേലിന് മനസ്സിലായി, അധികാരവർഗങ്ങളുടേതായ ഭക്ഷണം, അവരുടേതായ സൽക്കാരങ്ങൾ, അവരുടേതായ വിരുന്നുകൾ എന്നെ ചതിക്കുവാനിടയുണ്ട്, എന്നെ വഞ്ചിക്കുവാനിടയുണ്ട്, എൻ്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് അവൻ നിരാകരിച്ചു. പലപ്പോഴും ഇവരുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമല്ല, തെറ്റായ ആരാധനയിലേക്ക് നമ്മെ വലിച്ചിഴക്കുവാൻ ഇതും കാരണമാകും എന്ന് നാം മനസ്സിലാക്കുക. 3-ാമത്തെ ഒരു വചനത്തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ സദൃശവാക്യങ്ങൾ 23-4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് കണ്ണുകടിയുള്ളവൻ്റെ ആഹാരം കഴിക്കരുത് എന്ന്. KJV വേർഷനിൽ പറയുന്നത് ഈവിൾ ആയുള്ളവൻ, അതായത് ദുഷിച്ച കണ്ണുള്ളവൻ്റെ ആഹാരം കഴിക്കരുത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണമായി ദുഷിച്ച കണ്ണിനെ കണ്ണേറ് എന്ന് പല സംസ്കാരങ്ങളിലും പല ഭാഷകളിലും
പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ പല നാട്ടിലും ഇത് ഉപയോഗിക്കുന്നതായിട്ട് നാം കാണുവാൻ കഴിയുന്നു. കണ്ണേറ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞതായ നോട്ടം കാരണം വ്യക്തികൾക്കോ അവരുടെ സ്വത്തിനോ ദോഷം സംഭവിക്കുമെന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. ഇതിനെയാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. എന്തുകൊണ്ട് തിന്നരുത് എന്ന് അതിൻ്റെ താഴെയുള്ളതായ വാക്യം പഠിക്കുമ്പോൾ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. വേറെ ചില പരിഭാഷകളിൽ പറയുന്നത് ലുബ്ധൻ്റെ, അതായത് പിശുക്കൻ്റെ ആഹാരം കഴിക്കരുത് എന്നുള്ളതാണ്. അപ്പം കണ്ണുകടിയുള്ളവൻ്റെ വേറൊരു പ്രത്യേകത, സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നവനാണ്. അതുമാത്രമല്ല 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ താൻ നടത്തിയതായ ഈ വിരുന്നിൻ്റെ, ഈ സദ്യയുടെ ചിലവിനെ പറ്റിയായിരിക്കാം ഒരുപക്ഷെ അവൻ ചിന്തിക്കുന്നത്. അല്ല എങ്കിൽ ആ സാധുഭോജനങ്ങൾ, ആ വിരുന്നൊരുക്കിയതിൻ്റെ പിന്നിലുള്ളതായ ദുഷ്ടചിന്ത, കപടചിന്ത, ദുഷ്ടപദ്ധതികളെ പറ്റിയുള്ളതായ കണക്കുകൂട്ടലുകളുടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ വിരുന്ന് അവൻ ഒരുക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് പറയുന്നു, അവൻ തൻ്റെ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അടുത്തതായിട്ട് ഇവൻ തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയും, എന്നാൽ അവൻ്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല എന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ ലുബ്ധൻ, പിശുക്കൻ, അസൂയ നിറഞ്ഞവൻ, കണ്ണുകിടിയുള്ളവൻ്റെതായ ആഹാരങ്ങൾ നാം കഴിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ കെണിയായിട്ടു തീരുവാൻ ഇടയുണ്ട്. ഇതൊക്കെയും വശീകരണത്തിൻ്റെതായ ഭക്ഷണങ്ങളാണ്. അതായത് പ്രത്യേകിച്ച് ദൈവജനം ഓർക്കുക, നമുക്ക് അനുകൂലമല്ലാത്തവൻ്റെ, നമ്മളോട് അനുകൂലമല്ലാത്തവൻ്റെ, ആത്മാർത്ഥതയില്ലാത്തവൻ്റെ, അസൂയ നിറഞ്ഞവൻ്റെ, പിശുക്കൻ്റെ, അതിൻ്റെ ചിലവിനെപ്പറ്റി ചിന്തിക്കുന്നവൻ്റെ ആഹാരത്തിന് നാം പങ്കാളികളാകരുത് എന്ന് നാം മനസ്സിലാക്കണം. കാരണം അവരുടെ ഹൃദയം നമുക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല വിരുന്നുകളിലും പല സദ്യകളിലും പലരോടൊത്ത് ഭക്ഷണം കഴിക്കേണ്ടതായ സാഹചര്യം വരും. ഒഴിവ് പറഞ്ഞ് മാറാൻ നോക്കിയാലും ഒരുപക്ഷെ നാം അറിയാതെ അവരുടെ മേശകളിൽ ഭാഗവാക്കാകുമ്പോൾ ഇങ്ങനെയുള്ളതായ വശീകരണത്തിൻ്റെ ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെല്ലുവാനായിട്ട് ഇടയുണ്ട്. പ്രിയമുള്ളവരെ, ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇങ്ങനെയുള്ളതായ ആ ഭക്ഷണങ്ങളെ ദൈവം അത് അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. അവൻ സർവാധികാരിയായിരിക്കുന്ന ദൈവം. എന്നെയും നിങ്ങളെയും വിടുവിപ്പാൻ അവൻ ശക്തനാണെന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അഥവാ ഇങ്ങനെയുള്ളതായ ഫുഡുകൾ, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്നതായ ചില അവസ്ഥകളെപ്പറ്റി യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോബ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവിടെ ഇപ്രകാരം നാം കാണുന്നു, ദുഷ്ടത എന്ന് പറയുന്നത്, അതായത് വശീകരണ ഭക്ഷണത്തെക്കുറിച്ചാണ് ദുഷ്ടതയെന്ന് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അത് നമ്മുടെ നാവിൻ കീഴെ മറച്ചു വച്ചാലും, അത് വിടാതെ പിടിച്ചു വായ്ക്കകത്ത് സൂക്ഷിച്ചാലും, ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്, അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അത് അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായിട്ട് തീരുമെന്നാണ് പറയുന്നത്. നോക്കണമേ, വളരെ വലിയ ദുഷ്ടത നിറഞ്ഞ വിഷമുള്ളതായ ഒരവസ്ഥയിലേക്ക് ഇത് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. കുടലിൽ പരിണമിക്കുക, വിട്ടുപോകാതെ ശരീരത്തിനുള്ളിൽ തന്നെ അടിഞ്ഞു കിടന്ന്
അതെന്ത് ചെയ്യുമെന്നറിയാമോ? അത് സർപ്പവിഷമായിട്ട് തീരും. ജീവന് ഹാനി പോലും വരുത്തുവാൻ കഴിയുന്നതാണ് വശീകരണത്തിലൂടെ ഉള്ളിൽ പോയതായ ഭക്ഷണങ്ങൾ. രണ്ടാമതായിട്ട് പറയുന്നത് അത് സമ്പത്ത് വിഴുങ്ങിക്കളയുമെന്നാണ്. പലപ്പോഴും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളിൽ ചെന്ന വ്യക്തിജീവിതങ്ങളിൽ ചിലരിലെങ്കിലും സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുന്നതായിട്ട് കാണുവാനിടയായിട്ടുണ്ട്. അതുമാത്രമല്ല, ചിലർ തുടങ്ങുന്നതായ എന്തു ബിസിനസ്സുകളും അത് തകർച്ചയുടെ വക്കിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ളതായ ഭക്ഷണങ്ങൾ ഉള്ളിൽ ചെന്നിരിക്കുന്ന ഒരു വ്യക്തിയിൽ പലപ്പോഴും മാറാത്ത രോഗത്തിന്, ചികിത്സിച്ചാൽ ഭേദമാകാത്ത രോഗത്തിന് അവർ അടിമകളായിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, അങ്ങനെ മാറാരോഗങ്ങളാൽ സാമ്പത്തിക തകർച്ചകൾ നൽകി നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സമ്പത്തിനെയും വിഴുങ്ങിക്കളയുന്ന ഒന്നാണ് വശീകരണത്തിലൂടെ നമ്മുടെ അകത്തു ചെന്നതായ ഭക്ഷണമെന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ദൈവവചനം നമുക്ക് നൽകുന്നൊരു പ്രത്യാശ ഇതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞ് അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം, ദൈവം സർവശക്തി ഉള്ളവനാണ്. അവൻ സർവശക്തനായിരിക്കുന്ന ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? അത് അവൻ്റെ വയറ്റിൽ നിന്ന് അതിനെ എന്ത് ചെയ്യും? പുറത്താക്കി കളയും. അത് വീണ്ടും ഛർദ്ദിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്, വശീകരണമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു ചെന്നാൽ അത് ഡൈജസ്റ്റ് ആകാതെ ഒരു പക്ഷേ നമ്മുടെ കുടലിൽ പരിണമിച്ച് കുടലിൽ പറ്റിപ്പിടിച്ച് കിടക്കുവാനായിട്ടിടയായിത്തീരും. അതൊരു പക്ഷേ കാലങ്ങൾ ഒരു വ്യക്തിയുടെ ഉള്ളിലിരിക്കാം. അതവൻ്റെ സമ്പത്തിനെയും അവൻ്റെ ആരോഗ്യത്തെയും നശിപ്പിച്ചു കളയുവാനായിട്ട് ഇടയുണ്ട്, വിഴുങ്ങിക്കളയുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദൈവം എന്തു ചെയ്യും? അതിനെ പുറത്താക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ളതായ ഭക്ഷണ പദാർത്ഥങ്ങൾ അകത്തു ചെല്ലുന്നതായ വ്യക്തികളിൽ പലപ്പോഴും ഉന്മേഷക്കുറവ്, തളർച്ച, എന്തു ചെയ്താലും പുരോഗതി പ്രാപിക്കാത്തതായ അവസ്ഥ, ചില മാറാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, അതുപോലെ തന്നെ വീട്ടിൽ കലഹം, അടിക്കടി ഉണ്ടാകുന്നതായ സംശയം, കലഹം ഇത്യാദി വിഷയങ്ങൾ, ദേഷ്യം, കോപം, ക്രോധം എന്നു വേണ്ട മാനസികമായ പിരിമുറുക്കങ്ങൾ, മാനസിക രോഗങ്ങൾ മുതലായവ ഉളവാക്കുവാൻ ശക്തിയുള്ളതാണ് ഈ വശീകരണ ഭക്ഷണമെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. നാം പങ്കെടുക്കുന്നതായ വിരുന്നുകൾ, നാം പങ്കെടുക്കുന്നതായ സദ്യകൾ, നാം കഴിക്കുന്നതായ ഭക്ഷണങ്ങൾ, ദൈവജനമേ, നാം അതിൽ ജാഗരൂകരാകണം, നാം ശ്രദ്ധാലുക്കളാകണം. എല്ലായിടത്തും പോയി കഴിക്കുവാൻ, എല്ലാം കഴിക്കുവാൻ, ആരും തരുന്നത് വാങ്ങിക്കഴിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ അനുവദിക്കുന്നില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും സകലതും വിശുദ്ധീകരിക്കപ്പെടുന്നു. നാം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്കുടെ മുമ്പിൽ വരുന്നതായ ഭക്ഷണം നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ പറ്റത്തില്ല എങ്കിൽ പ്രാർത്ഥിച്ച് ദൈവവചനത്താലും സ്തോത്രത്തിനാലും അതിനെ വിശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം അതിനെ ഭക്ഷിക്കുക. കാരണം സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇതുപോലെയുള്ളതായ നൂലാമാലകളിൽ ചെന്നുപെട്ട് ജീവിതം തകർച്ചയിലേക്ക് നയിക്കാതിരിക്കുവാൻ അത് ഉപകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.